ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പും താള വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ചേമ്പിൻ്റെ താള അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു തേങ്ങ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന താളിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് തേങ്ങയുടെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു തേങ്ങ എടുത്തിട്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്, എല്ലാ തേങ്ങാപ്പീരി ഒരേ ഇതിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്, തേങ്ങ മൂത്ത് തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണൊന്നും വേണ്ട, കുറച്ച് അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തിടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തേങ്ങ വറുത്തരച്ച് കറിക്കുള്ള തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇട്ടാൻ പോകുന്നത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ് ഇടാൻ പോകുന്നത്. ഇനി അതിലേക്ക് അതൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഒരു ഹാഫ് സവോളയും, ഒരെണ്ണത്തിന് ഹാഫ് സവോളയും കുറച്ച് ചുവന്നുള്ളിയാണ് നമ്മൾ രണ്ടും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ടി വരണം അത്. അപ്പോൾ ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ നമ്മൾ സവാളയുടെ കളറൊക്കെ മാറി ഏകദേശം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ താളിട്ട് കൊടുക്കാൻ പോകും. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാൻ നമുക്ക് നന്നായിട്ട്. അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും തന്നെ ചൊറിയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിരുന്ന് വേവിക്കും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചേമ്പൊക്കെ നല്ല വെന്ത് സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പുളിവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഒഴിക്കുന്നത്.
പുളിവെള്ളം ഒഴിച്ചത് നമ്മുടെ പുളിവെള്ളത്തിൽ കിടന്ന് നമ്മുടെ താളതി നല്ല തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കണ്ട അതിൻ്റെ കളറൊക്കെ തന്നെ ടോട്ടലി ചേഞ്ചായി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ആൾക്കാർ കഴിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ തിളയ്ക്കുന്ന നമ്മുടെ താളിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് എന്തോരം തിക്നെസ്സിലാണ് നമുക്ക് കറി വേണ്ടത്, എന്തോരം ചാറായിട്ട് വേണം, അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അനുസരിച്ച് എടുത്തു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ അരപ്പല്ലാതെ കിടന്ന് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ പണ്ടത്തെ കോമൺ ഫുഡാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ എൻ്റെയൊക്കെ ആ ഒരു ഏജിലുള്ളവർ ഇത് എത്രത്തോളം കഴിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണിത് കഴിക്കുന്നത്. ഇതിപ്പോൾ അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചിട്ട്. ഞാൻ ചോറിൻ്റെ കൂട്ടത്തിലാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഇതൊന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണിത്, ഞാൻ ഉറപ്പ് തരുന്ന ഉഗ്രൻ ടേസ്റ്റാണിത് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കറി ഒന്നുകൂടി കിടന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.